ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഞാനിപ്പം ബാംഗ്ലൂരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ലീവായതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് കുറച്ച് ദിവസം ലീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഇവർ ഇവിടെ തന്നെ കാണും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവർ വന്നപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേര സമയത്താണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് ഞങ്ങളെ റൂമിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ കെര എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ വേറെ നെയിമൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊന്നല്ല ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഒന്നാമത് വേനൽ സമയത്തായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ആദ്യം വരുന്ന ടൈമിൽ ഇതുപോലെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് വറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ടായിട്ട് അതിൽ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിൻ്റെ ദൈവത്തിൻ്റെ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഏതൊരു അമ്പലമാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്ത് നിന്ന് തിരിച്ച് ഇതേപോലെ റൗണ്ട് ചുറ്റിയിട്ട് വേണം വീണ്ടും നമ്മൾ കയറി സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂറെങ്കിലും നടന്നിട്ട് വേണം നമ്മൾ ഫസ്റ്റ് കയറി സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിലൊരു പുഴ പോലെ ഫുള്ളായിട്ട് പരന്ന് കിടക്കുകയാണ്. അതുപോലെ നല്ല പായലുണ്ട്. നല്ല ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ആഴമൊക്കെ ഉള്ളൊരു പുഴ പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ പുഴയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇപ്പോൾ പുഴ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോയി. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞങ്ങളിങ്ങനെ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ബിൽഡിങ്ങും അതുപോലെ കുറേ മരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഭയങ്കര ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്ന ടൈമിൽ ഇതുപോലൊന്നും എല്ലാവരും ഈ നടക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര എന്താണ് താണിട്ടും മുന്തിയിട്ടൊക്കെ ആയിട്ട് നടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പം കുറേ നിരത്തിയിട്ട് വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇൻ്റർലോക്ക് ഇടേണ്ട പരിപാടിയായിട്ടാണ് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും നടക്കാൻ വേണ്ടിയിട്ടും മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാക്കിയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതേപോലെ നടന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ സ്ഥലത്ത് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്കാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ നടക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഭയങ്കര പ്രായമുള്ളവർക്കും അതേപോലെ ചെറുപ്പക്കാർ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്ക് കണ്ടുപിടിച്ച് ഇത് നടക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഈ പാർക്കൊക്കെ വരുന്നത്, ഇതിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് കുറേ സമയം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നതിൻ്റെ ഒന്നാമത് ക്ഷീണമുണ്ട്, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഈ പാർക്കിൻ്റെ അരികത്ത് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ടൈം ഇരുന്നു. പിന്നെ ഞങ്ങൾ ഞാനും അനിയനും കൂടിയിട്ട് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അനിയന് മാത്രമല്ല അവരും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരാണ് ഫസ്റ്റ് ഇവിടത്തേക്കൊന്ന് ഉള്ളിലോട്ട് കയറി വന്നത്. പിന്നെ പിറകെ തന്നെ അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഓരോന്നിൻ്റെയും പണി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഓരോ സംഭവത്തിൻ്റെ ഇതിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എക്സസൈസ് ഒന്നുമില്ല ചെയ്യുന്ന, തലമുത്തി മറിയുന്ന ഒരു കളിയാണ് ഞങ്ങൾ കളിക്കുന്നത്. ഒന്നാമത് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായില്ല, ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്തെന്നാ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്തെല്ലോ ആക്കിയിട്ട് ഞങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും നടത്തം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ദൂരെ നിന്ന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സ്ഥലമാണ്. ഞങ്ങൾ നടക്കുന്ന സ്ഥലത്ത് തന്നെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സമയം. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ കയറി. അപ്പോൾ ഇവിടുത്തെ ചായ ഇവർ രണ്ടുപേരും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായയൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ചായയൊക്കെ ഇവിടെ ബാംഗ്ലൂരിലത്തെ അടിപൊളി ചായ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.